നമസ്കാരം. ഉമിത്തിയുടെ പെൺകാഴ്ചയിലേക്ക് സ്വാഗതം. കറുപ്പ് നിറത്തെ മലയാളി പുച്ഛിക്കുന്നുണ്ടോ? കറുപ്പ് നിറത്തെ അപമാനിക്കുന്ന മലയാളി സംസ്കാരമുള്ളവനാണ്. കറുപ്പ് വീണ്ടും കേരളത്തിൽ ചർച്ചയാവുകയാണ്. ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ അവരെ കാണാനെത്തിയ ആരോ ഒരാൾ നിറത്തെ കൂട്ടുപിടിച്ച് നടത്തിയ അഭിപ്രായ പ്രകടനമാണ് അവരെ അത് തുറന്നെഴുതാൻ പ്രേരിപ്പിച്ചത്. അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് തന്നെ തിരിച്ചെടുത്ത് വെളുത്ത സുന്ദരിക്കുട്ടിയായി ഒന്നുകൂടെ ജനിപ്പിക്കുമോ എന്ന ഒരു 4 വയസ്സുകാരുടെ ചോദ്യം നമുക്ക് കാട്ടിത്തരുന്നത് എത്രമാത്രം ആഴത്തിലാണ് ഒരു കുട്ടിയെ നിറത്തിന്റെ പേരിലുള്ള കളിയാക്കലുകൾ ബാധിക്കുന്നെന്നുള്ള സത്യാവസ്ഥയാണ്. ഇപ്പോഴും കുട്ടികളും പ്രായമായവരും പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഇത്തരം നിറത്തിന്റെ പേരിലുള്ള അപമാനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഈ സമൂഹത്തിൽ ഇല്ല എന്ന് പറഞ്ഞാലും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം എൻ്റെ ബന്ധുമിത്രാദികളും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളും എല്ലാം നിറത്തിന്റെ പേരിലുള്ള കളിയാക്കലുകൾ അനുഭവിക്കുന്നതും അതിൻ്റെ വിഷമതകൾ അനുഭവിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശ്രീമതി ശാരദ മുരളീധരൻ ഇങ്ങനെ ഒരു കാര്യം വന്ന് പുറത്തു പറയുമ്പോൾ അത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെ തുറന്നു വരുന്നവരെ ക്രൂശിക്കുകയാണ് സമൂഹം ചെയ്യുന്നത്. പക്ഷേ ഇത്രയും നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ ഇത് വന്ന് തുറന്നു പറയുമ്പോൾ അതിനെ പോസിറ്റീവായി കാണുന്നു. അത് മറ്റുള്ള മനുഷ്യർക്കും അത് തുറന്നു പറയാനുള്ള ഒരു പ്രചോദനമായി തീരുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. ഈ കറുപ്പ് നിറം ചീത്തയും വെളുത്ത നിറം നല്ലതുമാണെന്നുള്ള അസംബന്ധം നമ്മുടെ മനസ്സിൽ കുത്തി നിറച്ചത് ആരാണ്? അത് കുത്തി നിറച്ചത് ബ്രിട്ടീഷുകാരാണ്, വിദേശികളാണെന്നൊക്കെ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. എല്ലാ തിന്മകളും ബ്രിട്ടീഷുകാരുടെ വിദേശികളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് പോകാനുള്ള ഒരു പ്രവണതയായിട്ടാണ് എനിക്കതിന് തോന്നുന്നത്. സത്യം മറ്റൊന്നാണ്. നമ്മുടെ മതങ്ങളും സംസ്കാരവും സാഹിത്യവും കലയും എല്ലാം വെളുപ്പിനെ അംഗീകരിക്കാനും കറുപ്പിൽ നിന്ന് അകലം പാലിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കറുപ്പിൽ നിന്ന് അകലം പാലിക്കുന്നു, കറുപ്പിനെ കുറ്റപ്പെടുത്തുന്നു, കറുപ്പിനെ കളിയാക്കുന്നു. മതങ്ങൾ നമ്മളെ ദുഷ്ടശക്തികളുടെയും അധർമ്മത്തിന്റെയും നിറമായിട്ടാണ് കറുപ്പിനെ കാട്ടുന്നത്. സംസ്കാരം മരണത്തിന്റെയും പരാജയത്തിന്റെയും നിറമായിട്ടും. ചില സംസ്കാരങ്ങളില് ഈ കറുപ്പിനെ അംഗീകരിക്കുന്നുണ്ടെന്ന് ചിലർ വാദിക്കുന്നുണ്ട്. ഈ വർണ്ണവ്യവസ്ഥ ഈ നിറത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നവരും അല്ലെന്ന് പറയുന്നവരും നമുക്കിടയിലുണ്ട്. ഈ ജാതി വ്യവസ്ഥ തന്നെ നിറത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആണെന്ന് പറയുന്നവരെ നാം കാണാറുണ്ട്. ഈ സാഹിത്യവും നമ്മളെ പഠിപ്പിക്കുന്നത് വെളുത്തവരെ അംഗീകരിക്കാനാണ്. ഈ വെണ്ണ തോൽക്കുന്ന ഉടലുള്ള നായികമാർ, വെള്ളാരം കണ്ണുള്ളവൾ, സ്വർണ്ണവർണ്ണമുള്ളവൾ എല്ലാം നമ്മുടെ മുമ്പിൽ അവതരിച്ചു. ഈ നിറത്തിന്റെ പേരിലുള്ള കളിയാക്കലുകള് ആണുങ്ങളും പെണ്ണുങ്ങളും കേരളത്തില് നേരിടുന്നുണ്ട്. കുറച്ചു പേരെങ്കിലും നേരിടുന്നുണ്ട്. ഈ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു കറുത്ത ഒരാണ് നൃത്തം ചെയ്തതിന്റെ പേരിൽ ഉണ്ടായ ഒരു വിവാദം കെട്ടടങ്ങിയിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. ഈ കറുത്ത നിറമുള്ളവര് ഭരതനാട്യം കളിച്ചാല് ലോകം അവസാനിക്കുവോ? ഈ വെളുത്ത പെണ്ണിനെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ എന്നും അതുപോലെ കറുത്ത പെണ്ണിനെ കല്യാണം കഴിച്ചാല് സ്ത്രീധനം വേണമെന്നും ആവശ്യപ്പെടുന്നവര് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇല്ലേ? ഇല്ലെന്ന് നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് പറയാൻ പറ്റുമോ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ മാട്രിമോണിയൽ സൈറ്റിലും ഈ പത്രപരസ്യങ്ങളിലും ഒക്കെ ഈ ഫെയർ എന്നുള്ള ഒരു പദം തന്നെ കാണാൻ പറ്റുമായിരുന്നു. മനുഷ്യനെ കറുപ്പും വെളുപ്പുമായിട്ട് കാണുന്നവര് മാനവിക വിരുദ്ധരാണ്. സ്ത്രീയെ നിറത്തിന്റെ പേരിൽ മാത്രം വിലയിരുത്തുന്നവര് ഈ ഭൂമിക്ക് ശാപമാണ്.